വെൽക്കം ടു പാർട്ട് ഓഫ് ഫാമിലി ട്രിപ്പ്. സോ ഇന്ന് നമ്മൾ ഇവിടുന്ന് ബൈ ബൈ പറഞ്ഞ് ഇറങ്ങുകയാണ്. ഇറങ്ങുന്നതിന് മുന്നേ നമുക്കൊരു കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കൂടെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പാക്ക് ചെയ്ത് നേരെ കടവിൽ വന്ന് നിൽക്കുകയാണ്. ഇങ്ങോട്ട് വന്നതുപോലെ തന്നെ തിരിച്ചു പോകാനായിട്ട് ഇനി ബോട്ട് വരണം. അങ്ങനെ ബോട്ട് വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും ബോട്ടിൽ കയറി തിരിച്ച് നമ്മൾ കൊല്ലത്തേക്കല്ല വരുന്നത്, തിരുനെൽവേലിയിലേക്ക് പോവുകയാണ്. നേരത്തെ കൂട്ടി തന്നെ നമ്മൾ ബസ്സൊക്കെ പ്രീ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കടവിലെത്തുന്ന ടൈമിൽ തന്നെ ബസ് അവിടെ വെയിറ്റിംഗ് ആയിരിക്കും. ബസ്സിൽ കയറിയ പാടെ തന്നെ നല്ല ടയർഡായതുകൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി കേട്ടോ. ഉച്ചത്തേക്ക് ലഞ്ച് കഴിക്കാനായിട്ട് വണ്ടി നിർത്തിയപ്പോഴാണ് ഞാൻ പിന്നെ എഴുന്നേൽക്കുന്നത്. ഒരു തമിഴ്നാട് കേരള മിക്സ്ചർ ഫുഡായിരുന്നു, സെമി സദ്യയായിരുന്നു, നല്ല ഫുഡായിരുന്നു. സോ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ ടോളൊക്കെ കൊടുത്തിട്ട് പക്ക തമിഴ്നാട് ഏരിയയിലേക്ക് കയറിയിട്ടുണ്ട്. അവിടെ കുറേ സീനറീസൊക്കെ ഉണ്ടായിരുന്നു, കുറേ യൂഷ്വൽ മലകളും കാറ്റാടിപ്പാടങ്ങളും തെങ്ങുതോപ്പും അങ്ങനെയൊക്കെ കാഴ്ചകൾ കണ്ട് ഫൈനലി നമ്മൾ വേണ്ട വലിയ വീട്ടിലെത്തിയിട്ടുണ്ട്. എത്തിയ പാട് തന്നെ എല്ലാവരും നേരെ കിച്ചണിലേക്ക് കയറി ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കണമല്ലോ. സോ ആ ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു 7 പൊട്ടിക്കുന്ന സീനറി കേട്ടോ. അതൊരു കാരണവശാലും പൊട്ടുന്നില്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ എല്ലാ ഫാമിലീസും മത്സരിച്ച് ഊഞ്ഞാലാട്ടമായിരുന്നു. സൈഡിൽ കൂടെ പുളിപറിക്കലും വോളിബോൾ കളിയും ഇടയ്ക്കായി ഇവൻ്റെ കുറച്ച് കുരുത്തക്കേടും ഒക്കെ ആയിട്ട് നല്ല ഫാമിലി ഫണ്ണായിരുന്നു കേട്ടോ. ശേഷം നമ്മൾ വെയിൽ താരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട് നമുക്ക് തോട്ടത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ തോട്ടത്തിൽ പോയിട്ടുണ്ട്. കയറി ചെന്നപ്പോൾ തന്നെ നല്ല പോസിറ്റീവ് എനർജി ആയിരുന്നു കേട്ടോ. നല്ല കാറ്റും വിളവെടുത്തിട്ടിരിക്കുന്ന കുറേ തണ്ണിമത്തം കയറി ചെന്നപ്പോഴേ കണ്ടു. ശേഷം നമ്മൾ നാഹരകത്തിൻ്റെ സൈഡിലേക്കാണ് കേട്ടോ പോയത്. കൈമുറിയൊന്ന് പേടിച്ചിട്ട് ഞാൻ പിച്ചാൻ നിന്നില്ല. ചേച്ചിയാണ് കേട്ടോ പിച്ചുകയും ചെയ്തു കൈമുറിയും ചെയ്തു. എന്നാലും കുറച്ച് പഴുത്ത നാരങ്ങ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളവിടെ നിന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് വന്നേ. ഇതാണ് കേട്ടോ അവിടുത്തെ ഇറിഗേഷൻ ഫെസിലിറ്റി. ഇവിടെ നമ്മൾ കൈയൊക്കെ കഴുകിയിട്ട് വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും മുന്തിരി ജ്യൂസ് റെഡിയായിരുന്നേ. അതിന് ശേഷം നമ്മൾ തോട്ടത്തിൽ വിശേഷിച്ച് കഴിഞ്ഞ് നമുക്ക് വീട്ടിന് മുകളിലേക്ക് കയറണം. അപ്പം കയറുന്ന പാടെ തന്നെ അവിടെ കുറേ സപ്പോർട്ടൊക്കെ പഴുത്ത് നിൽപ്പുണ്ടായിരുന്നു. നമ്മൾ അതൊക്കെ മത്സരിച്ചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ശേഷം അവിടെ ഡേറ്റ്സിൻ്റെ മരം ഈന്തപ്പന ഉണ്ടായിരുന്നു. അത് പക്ഷേ പഴുത്തിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് കുറേ നേരം സൊറ പറഞ്ഞ് നിന്നിട്ട് പിന്നെ നമ്മളെല്ലാവരും താഴെ വന്ന് ഓരോരുത്തരൊക്കെ ആയിട്ട് ഫ്രഷപ്പായി ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്നു. ശേഷം രാത്രിയായിട്ടും വിശേഷങ്ങൾ പറഞ്ഞ് തീർന്നിട്ടില്ലായിരുന്നു കേട്ടോ. സോ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.